നമസ്കാരം. സ്ത്രീകളെയും പെൺകുട്ടികളെയും തടവിലാക്കിയതിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയവർക്ക് നേരെ വെടിയുതിർത്ത് താലിബാൻ. ഹെറാത്ത് നഗരത്തിന് വടക്ക് പടിഞ്ഞാറുള്ള ജിബ്രായിൽ ടൗൺഷിപ്പിൽ വെടിയൊച്ചകൾക്കിടയിൽ ഭയന്നോടുന്ന നാട്ടുകാരുടെ ദൃശ്യങ്ങൾ അവിടുത്തെ പ്രാദേശിക ടെലിവിഷൻ പുറത്തുവിട്ടു. നീളമുള്ള വടികളുമായി എത്തിയ സായുധ ഉദ്യോഗസ്ഥർ ചിലരെ നിലത്തിട്ടടിക്കുമ്പോൾ പ്രതിഷേധക്കാർ ഭീതിയോടെ നിലവിളിക്കുന്നത് ദൃശ്യങ്ങളിൽ കേൾക്കാം. രാജ്യത്തെ വസ്ത്രധാരണ രീതി ലംഘിച്ചതിനാണ് സ്ത്രീകളെയും പെൺകുട്ടികളെയും തടവിലാക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചവർക്ക് നേരെയാണ് താലിബാന്റെ ഈ ക്രൂരത. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായി താലിബാൻ തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ബഹാർ ഇ സിന്ദഗി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തിന് സമീപം നടന്ന വെടിവയ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു. താലിബാന്റെ കർശനമായ ഇസ്ലാമിക വസ്ത്രധാരണ രീതികൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച് ഹെറാത്ത് നഗരത്തിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും തടവിലാക്കിയതിനെതിരെ ദിവസങ്ങളായി പ്രതിഷേധമുയരുന്നുണ്ട്. താലിബാന്റെ സദ്ഗുണ പ്രോത്സാഹനത്തിനുള്ള മിനിസ്ട്രി ഫോർ ദ പ്രൊമോഷൻ ഓഫ് വിർച്യു ആൻഡ് പ്രിവെൻഷൻ ഓഫ് വൈസിലെ ഉദ്യോഗസ്ഥർ ഡസൻ കണക്കിന് സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തതായി പ്രാദേശിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ കുറഞ്ഞത് 21 പേരെങ്കിലും തടങ്കലിൽ വെച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള താലിബാന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് സ്വന്തം നാട്ടിലെ ജനകീയ പ്രതിരോധങ്ങളെയും തോക്കിൻ മുന്നിൽ അടിച്ചമർത്താനുള്ള താലിബാന്റെ ശ്രമം പുറത്തുവരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി റിച്ചാർഡ് ബെനറ്റ് ഈ നടപടിയെ ശക്തമായി അപലപിക്കുകയും ഇവ നിയമവിരുദ്ധവും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. താലിബാന്റെ വസ്ത്രധാരണ നിയമം ലംഘിച്ചതിന്റെ പേരിൽ ഹെറാത്ത് നഗരത്തിൽ തുടർച്ചയായ 3-ാം ദിവസവും നിരവധി സ്ത്രീകൾ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്യുന്നതിൽ ഞാൻ അതീവ ഉത്കണ്ഠാകുലനാണ്, അദ്ദേഹം എക്സിൽ കുറിച്ചു. ഈ അറസ്റ്റുകൾ ഉടനടി നിർത്തലാക്കണമെന്നും സ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം ഹെറാത്തിലെ സദേൺ റോഡ് ഏരിയ, അൽമാസ് മാർക്കറ്റ്, ഖസർ മേഖല ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അറസ്റ്റുകൾ നടന്നത്. അറസ്റ്റ് ലൈവറിൽ ഹെറാത്ത് റീനൽ ആശുപത്രിയിലെ ഒരു നേഴ്സും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ 8 മണിക്ക് ജിബ്രയിൽ ടൗൺഷിപ്പിലെ ഡിസ്ട്രിക്ട് 13 ഒത്തുകൂടാൻ പ്രദേശവാസികളോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ലഘുലേഖകൾ പ്രദേശത്ത് വിതരണം ചെയ്യപ്പെട്ട നിലയിലും കണ്ടെത്തി. 2021 ഓഗസ്റ്റിൽ അധികാരത്തിൽ വന്നത് മുതൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മേൽ താലിബാൻ നിയന്ത്രണങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു വരികയാണ്. സെക്കൻഡറി സർവകലാശാല വിദ്യാഭ്യാസം വിലക്കൽ, ജോലി ചെയ്യുന്നതിലെ നിയന്ത്രണങ്ങൾ, പൊതുസ്ഥലങ്ങളിലെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, വസ്ത്രധാരണ നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു. താലിബാൻ ഇത്തരത്തിലുള്ള ലിംഗവിവേചനത്തെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമീപമാസങ്ങളിൽ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിലൊന്നായിരുന്നു ഹെറാത്തിലെ ഈ പ്രകടനം. അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. താലിബാൻ ഭരണത്തിന് കീഴിൽ സാധാരണക്കാരായ അഫ്ഗാൻ ജനതയുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിതം അതീവ ദയനീയമായി മാറിയിരിക്കുകയാണെന്നാണ് ഈ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടൂർക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: 2021 അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണകൂടം പ്രഖ്യാപിച്ച ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും പരമ്പര അഫ്ഗാൻ ജനതയ്ക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മേൽ കടുത്ത ആഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 ഡിസംബർ മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏർപ്പെടുത്തിയ നിരോധനത്തെ തുടർന്ന് പ്രൈമറി സ്കൂൾ പ്രായത്തിന് മുകളിലുള്ള എല്ലാത്തരം വിദ്യാഭ്യാസത്തിൽ നിന്നും സ്ത്രീകൾ ഇപ്പോഴും മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. മെഡിക്കൽ പഠന സ്ഥാപനങ്ങളിൽ നിന്ന് സ്ത്രീകളെ വിലക്കിക്കൊണ്ടുള്ള 2024 ഡിസംബറിൽ ഉത്തരവിന് ശേഷം 2025 നവംബറിൽ സ്ത്രീകളുടെ പങ്കാളിത്തമില്ലാതെയാണ് മെഡിക്കൽ ബിരുദ പരീക്ഷകൾ നടത്തിയത്. ശരീരം മുഴുവൻ മൂടുന്ന പരമ്പരാഗത ഇസ്ലാമിക വസ്ത്രമായ ചാദർ ധരിക്കാത്ത സ്ത്രീകളെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പെൺകുട്ടികൾക്ക് വിവാഹമോചനത്തിന് അപേക്ഷിക്കണമെങ്കിൽ പ്രായപൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കണമെന്നുള്ള ഒരു പുതിയ നിയമവും ഇതിനിടയിൽ നടപ്പിലാക്കിയിരുന്നു. കൂടാതെ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ മധ്യസ്ഥ ചർച്ചകൾക്ക് വിധേയരാകണമെന്നും ഈ നിയമം നിർബന്ധമാക്കുന്നു. 2021 US നാറ്റോ സഖ്യസേനയുടെ പിന്മാറ്റത്തോടെ താലിബാൻ അധികാരം പിടിച്ചെടുത്തത് മുതൽ അഫ്ഗാൻ ജനതയുടെ ജീവിതം നരകതുല്യമായി മാറിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും.